पति ब्रह्मचारी। सूरज ചേട്ടാ सूरज ജാനകിമായി അവന്റെ അവസ്ഥ ഒന്ന് നോക്ക്. അവൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ജാനകിമായി അങ്കിളുടെ ഭാഷ വിടില്ല. അമ്മ എങ്കിലും ഈ ഭാഷ ഒന്ന് കളയ്. അവരെ രണ്ടുപേരും ഒന്ന് അകത്തേക്ക് വിളിക്ക്. എന്നിട്ട് അവളെ വീട്ടിലേക്ക് കഴിയാനൊന്ന് അനുവദിക്കും. പക്ഷെ ഈ വീട്ടിൽ നിന്റെ സ്ഥാനം എനിക്ക് മറ്റാർക്കും കൊടുക്കാൻ സാധിക്കില്ല. എന്റെ സൂരജിന്റെ ഭാര്യയും എന്റെ മരുമകളും നീ മാത്രമായിരിക്കും. നീ മാത്രം. അതൊക്കെ സംഭവിക്കണമെങ്കിൽ ആദ്യം അവൻ ജീവനോടെ ഇരിക്കണ്ടേ? സൂരജ് അമ്മായി പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുക. അവരെ രണ്ടുപേരെ ഇങ്ങോട്ടേക്ക് ഒന്ന് വിളിക്കും പ്ലീസ്. അവരെ വീട്ടിൽ കഴിയാനൊന്ന് അനുവദിക്കുക. സൂരജ് ഈ പെണ്ണെന്നും എനിക്ക് സങ്കടം മാത്രമേ തന്നിട്ടുള്ളൂ. ഇപ്പൊ എന്റെ മോനെ കൂടെ സങ്കടത്തിലാക്കാൻ അവന്റെ ജീവിതത്തിൽ കൂടി വന്നിരിക്കുക. ശരി, ഇവര് രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അമ്മയെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ് ചേട്ടത്തി. അവരെ മരുമോളാണ്ടി സ്വീകരിച്ചോ? സൂരജ് 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 താങ്ക് യു അച്ഛാ. എന്നെ സൂരജിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതിന് സ്വയം ഭഗവാനാണെന്ന് വിചാരിച്ച് എനിക്ക് ശിക്ഷ വരാൻ വേണ്ടി അച്ഛനൊരു തീരുമാനം എടുത്തില്ലേ? പക്ഷെ ഭഗവാൻ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായി മാറ്റി. സൂരജിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് അച്ഛന്റെ തീരുമാനമായിരുന്നു. പക്ഷെ ഈ ബന്ധം നിലനിർത്തുക എന്നുള്ളത് എന്റെ തീരുമാനമാണ്. അതിങ്ങനെ കമ്പനിയുടെ പേപ്പേഴ്സ് എല്ലാം ഞാൻ ചെക്ക് ചെയ്താണല്ലോ. പിന്നെ ഇങ്ങനെ അത് ക്ലോസ് ചെയ്യാനുള്ള ഓർഡർ വന്നേ? ആരാ സ്റ്റേ കൊടുത്തിരിക്കുന്നേ? ഗുലാബ് മോനെ, പറയൂ പുരുഷോത്തമൻ സാർ. ഗുലാബ് സിംഗ്, എന്റെ മോൻ വളരെ പിടിവാശിയില്ല. അവൻ വിവാഹം കഴിക്കുമെങ്കിൽ ഇഷയെ മാത്രമേ കഴിക്കുള്ളൂ എന്നാ പറയുന്നത്. ഇപ്പോ ഞാൻ അവൻ എന്ത് മറുപടിയാ കൊടുക്കണ്ടേന്ന് പറ. പുരുഷോത്തമൻ സാറേ, ഗുലാബ് സിംഗിന്റെ വാക്ക് കരിങ്കല്ലിൽ വരച്ച വര പോലെയാ. പറഞ്ഞതുപോലെ ഇഷ നിങ്ങളുടെ മകനെ മാത്രമേ വിവാഹം കഴിക്കൂ. ഇതെന്റെ വാക്കാ. ഞാൻ 35 വർഷമായി രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഗുലാബ് സിംഗ്. ഒരാളുടെ ശബ്ദം കേട്ടാൽ തന്നെ അതിന്റെ ഉറപ്പ് എനിക്ക് മനസ്സിലാവും. തന്റെ ശബ്ദത്തിൽ മുമ്പ് കണ്ടത്ര ആത്മവിശ്വാസം ഞാൻ കാണുന്നില്ല. വെറുതെ പൊള്ളയായ വാഗ്ദാനങ്ങൾക്ക് നിൽക്കണ്ട. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയൂ. പുരുഷോത്തമൻ സാറേ, ഞാൻ പറയുന്നത് എന്റെ മോൻ അവള് കാരണം നാണം കെട്ട് നിൽക്കുക. അവള് കാരണം ഇപ്പൊ ആരുടെയൊക്കെ മുന്നിലാ ഉത്തരം പറയേണ്ടി വന്നിരിക്കുന്നത്. അച്ഛാ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഗവൺമെന്റിന്റെ ചില പുതിയ നയങ്ങൾ കാരണം ദിവാസ് കട്ടിലുള്ള പുതിയ പ്ലാന്റ് ക്ലോസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോ ഡൽഹിയിലുള്ള ആരെങ്കിലും പിടിക്കേണ്ടി വരും. ചേട്ടത്തി, ഇത് വാങ്ങും. വാസ്തവത്തിൽ മരുമകൾ നേരത്തെ തന്നെ ഗൃഹപ്രവേശം നടത്തിയതാ. എന്നാലും അതിൻ്റെതായിട്ടുള്ള ചടങ്ങുകളൊന്നും നടത്തിയിട്ടില്ലായിരുന്നു.
അതൊക്കെ ഇന്ന് ചേട്ടത്തി തന്നെ നിർവഹിക്കുന്നതാണ് നല്ലത്. എൻ്റെ സൂരജിന് വേണ്ടി തൽക്കാലം നിനക്ക് സ്ഥാനം തരുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരിക്കലും നിനക്ക് സ്ഥാനം കിട്ടാൻ പോകുന്നില്ല. നിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. ഇന്നു മുതൽ ഈ വീടാ എൻ്റെ ലോകം, എൻ്റെ ഗോപാലകൃഷ്ണ. ഇന്നു മുതൽ ഈ വീട് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ബന്ധങ്ങളും എൻ്റേതാ. ഞാൻ ഇതിനെല്ലാം ആത്മാർത്ഥതയോടുകൂടി നിലനിർത്തും. ഞാൻ ഈ വിവാഹബന്ധം ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും പരിപാലിക്കും. കാരണം എന്നെ ഒരിക്കലും കൈവിടാത്ത ഒരു പുരുഷനെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. അവൻ അച്ഛനെ പോലെ ബന്ധങ്ങളെ ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്നവനല്ല. ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവൻ രോഹനെ പോലെ എന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല. അതുകൊണ്ട് ഞാൻ സൂരജിനെ മനസ്സുകൊണ്ട് എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. വരൂ മോളെ, വരൂ. ഈ കുട്ടി ഗോപാലകൃഷ്ണനെ നീ കയ്യിൽ തന്നെ വെച്ചോ. ഇനി എത്ര വലിയ വിഷയമായിരുന്നാലും ഇദ്ദേഹം നിന്റെ ഒപ്പം ഉണ്ടാവും. സന്തോഷമായിരിക്കെ. അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു. വേറൊരു വഴിയും ഇല്ലാതിരുന്നപ്പോ ഈ കൃഷ്ണൻ തന്നെയാ വഴി കാണിച്ചത്. അകത്തേക്ക് കൊണ്ടുപോ മരുമോളെ. ഇവനെയും കൊണ്ടുപോയി കിടത്ത്. പിന്നെ എന്റെ മനുഷ്യത്വത്തെ ആരും ബന്ധങ്ങളോടുള്ള കടപ്പാടായി തെറ്റിദ്ധരിക്കരുത്. അല്ല അമ്മേ, ആ മഹാറാണി എന്തായാലും ഗൃഹപ്രവേശം നടത്തിയല്ലോ. നിങ്ങളുടെ മരുമകളാവുകയും ചെയ്തു.
ഞാൻ എന്താ പറഞ്ഞേ? ഈ വീട്ടിലെ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. എന്റെ മനസ്സിൽ ഒരിക്കലും അവൾക്ക് സ്ഥാനം കൊടുക്കില്ല. ഈ ജന്മത്തിൽ എന്തായാലും ഈ വീട്ടിലെ മരുമകളായിട്ട് സുഖിക്കാന്ന് അവൾ ഒരിക്കലും വിചാരിക്കണ്ട. അത് നടക്കില്ല. കാവ്യ, റിയ, നിങ്ങളിത് മരുമോൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ പറയും. ഇതൊക്കെ അമ്മയുടെ സാരികളല്ലേ? അതിനാ മഹാറാണി ഈ പഴയ സാരികളൊക്കെ ഉടുക്കോ? ഈ സാരി എന്തായാലും നിനക്കല്ലല്ലോ, ഇഷയെടുത്തിക്കല്ലേ. ഓക്കെ, ഒരു അക്ഷരം കൊണ്ടെടുത്ത് കൊണ്ടുപോ. അച്ഛാ, അമ്മ പോയതിനു ശേഷം ഇന്ന് ആദ്യമായിട്ട് അച്ഛൻ ഇതൊക്കെ പുറത്തെടുത്തിരിക്കുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരാൾ ആത്മാഭിമാനത്തോടും സത്യസന്ധതയോടും നടന്നു കാണുന്നത്. എന്തോ ഇഷയിൽ എനിക്ക് വലിയ പ്രതീക്ഷ തോന്നുന്നു. അതുപോലെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവൾ ഈ വീടിനെ പഴയ ഐശ്വര്യമുള്ള വീടാക്കി മാറ്റുമെന്ന് തോന്നുന്നു. ധൈര്യമായിട്ട് പറയൂ, നിങ്ങൾ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരുന്നതാണോ? ഇല്ല ഇൻസ്പെക്ടർ സർ, ഇതെന്റെ സ്വന്തം ആൾക്കാരാ. ഞാൻ ഇവിടെ വളരെ ഹാപ്പിയാ. എന്റെ ഇഷ്ടത്തോടെ തന്നെയാ ഇവിടെ ഇരിക്കുന്നത്. അച്ഛന് വേണ്ട പാവക്കുട്ടി. അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും അതിന് തല കുലുക്കി സമ്മതിക്കുന്നവളാ. ഞാൻ മാപ്പ് ചോദിക്കുന്നില്ല. അങ്ങനെ എന്റെ ആത്മാഭിമാനം ഞാൻ ആർക്കു മുന്നിലും പണയം വെക്കില്ല. പക്ഷെ എനിക്കൊരു സംശയം. ഞാനിനി എന്റെ പ്രതീക്ഷകളുടെ ഭാരം കൂടി ആ കുട്ടിയുടെ തലയിൽ വെച്ച് അവളുടെ ജീവിതം നശിപ്പിക്കുകയാണോ? സ്വാർത്ഥനാവുകയാണോ? അല്ല, ഒരിക്കലും അല്ല അച്ഛാ. ഇങ്ങോട്ട് വന്നേ. അച്ഛനെ പോലൊരു മനുഷ്യന് ഒരിക്കലും സ്വാർത്ഥനാകാനേ പറ്റില്ല. പിന്നെ ഈ തീരുമാനം ഇഷയേട്ടത്തി എടുത്തതല്ലേ. അവർക്ക് വേണമെങ്കിൽ പോവായിരുന്നല്ലോ. പക്ഷെ അവർ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഏട്ടനും സ്വീകരിക്കുകയല്ലേ ചെയ്തത്. അച്ഛൻ ചെയ്തത് ഒരിക്കലും സ്വാർത്ഥതയല്ല, മറിച്ച് അതൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണെങ്കിൽ സത്യം പറഞ്ഞ സൂര്യചേട്ടന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടതാ. പക്ഷെ പറയാൻ പറ്റത്തില്ല, ഇതിലൂടെ ചിലപ്പോ നമുക്ക് പഴയ സൂര്യചേട്ടനെ തിരിച്ചു കിട്ടിയാലോ. ഈശ്വരൻ അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ സൂരജിന്റെ ഭാര്യ, ഈ വീട്ടിലെ മരുമകൾ. എന്റെ വിവാഹബന്ധത്തെ ആത്മാർത്ഥമായും സത്യസന്ധമായും നിർവഹിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നത്. അയ്യോ എന്റെ ഭഗവാനെ, ഇവളിത് എന്തിനുള്ള പുറപ്പാടാന്ന് അറിയില്ലല്ലോ. മോനെ, നീ ഒരു കാര്യം ചെയ്യ്, ഈ വാതിലൊക്കെ പൊളിച്ചേക്ക്. വിദ്യ, മോളെ, അയ്യോ. പാവം വിദ്യയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ മോൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. വിദ്യ, ഇഷ, അരുത്. നീ ഇപ്പൊ ഉറങ്ങാൻ പാടില്ല. നിനക്ക് സൂരജിന്റെ കാര്യങ്ങൾ നോക്കാനുള്ളതാ. സൂര്യൻ, ഇതിപ്പോ ബാൻഡേജ് ചേഞ്ച് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ചിലപ്പോ ഇൻഫെക്ഷൻ ആവും. എന്ത് ചെയ്യും?
ഇവന് തൊടാത്ത ബാൻഡേജും മാറ്റണം, ചോരയും തുടയ്ക്കണമല്ലോ. ഈ ബ്രഹ്മചാരിയുടെ ബ്രഹ്മചാരിയാണെങ്കിൽ പെണ്ണുങ്ങളൊന്ന് തൊട്ടാ തീരുന്നതാ. എന്താ ചെയ്യാ? गजब है कहानी, गजब है फसाना है रिश्ता ये कैसा किसी ने न जाना। अलग है मिजाज एक दूजे से बिल्कुल, पर चल रहा कारवां ये कारवां। एक है ज़मीन एक है दोनों ही है दोनों से जुदा, रहते हैं दोनों ही साथ साथ, पर लंबी है दूरियां दूरियां। तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, അയ്യോ നിങ്ങൾ ഇവിടെ എന്തെടുക്കോ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്നെ തുടരുത്, പോ. ഞാൻ തൊട്ടിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ. എന്തോന്ന് വെറുതെ? എന്റെ ബ്രഹ്മചര്യത്തിന് പുറകെ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? പോ. പ്രതികാരം ചെയ്യാൻ വേണ്ടിയല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അയ്യോ, അങ്ങനൊന്നും ഇല്ല. എനിക്ക് നിന്റെ ബ്രഹ്മചര്യം നശിപ്പിച്ച് പ്രതികാരം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോ ഇത് എന്ത്? എനിക്കെല്ലാം അറിയാം. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ശ്രമിച്ചോളൂ. അവസാന ശ്വാസം വരെയും എന്റെ ബ്രഹ്മചര്യം ഞാൻ ഒരിക്കലും വിട്ടുതരില്ല, പറഞ്ഞേക്കാം. നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടോ? പ്ലീസ് മാറി നിൽക്കും. എപ്പോ നോക്കിയാലും എന്റെ പുറകെ എങ്ങനെ നടന്നോളൂ, എന്നെ ഇല്ലാതാക്കാൻ. അയ്യേ, അതെ സൂരജ്, സൂരജ് ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ബ്രഹ്മചാരിന്നല്ല, ദുരാചാരി എന്നാ വിളിക്കേണ്ടേ. ദേഹവും മറിച്ചുള്ള പോക്ക്. ഇവൻ ആരാന്ന് ഇവന്റെ വിചാരം? പൃഥ്വിരാജോ അത് ടൊവിനോയോ? ഇവന്റെ ഒക്കെ പുറകെ നടക്കാൻ മാത്രം. വിദ്യ, നീ ഇതെന്താ ചെയ്തത്? വിദ്യ മോളെ, എന്താ മോളെ? എന്താ ചെയ്യുന്നു മോളെ? നീ കുറച്ച് വെള്ളം പോയി എടുക്ക. മോളെ വിദ്യ, പറയുന്നൊന്ന് കേക്ക്. ഞാൻ പറയുന്നത് മനസ്സിലാക്കി. മിണ്ടാതിരിക്കും. ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോകരുത്. മിണ്ടാതിരുന്നോണം. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കാൻ എനിക്ക് എങ്ങനെ മനസ്സ് വന്നു മോളെ? നീ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അവരെ വീണ്ടും വീട്ടിലേക്ക് കയറ്റിയത്. അല്ലെങ്കിൽ എന്ത് വന്നാലും അവളെ ഞാൻ വീട്ടിൽ കയറ്റില്ലായിരുന്നു. നീ എന്തിനാ? കാരണം എനിക്ക് സൂരജ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യായിരുന്നു. എന്നാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരുത്തിയുടെ കൂടെ ജീവിക്കുന്ന എനിക്ക് കാണാൻ വയ്യ അമ്മായി. അതുകൊണ്ട് ഞാൻ മരിക്കുന്നത് തന്നെയാ നല്ലത്. നീ എന്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അതിൽ കാണുന്നില്ലേ? ഇതിന്റെ ഇരട്ടിയിലധികമാണ് എനിക്ക് അവളോടുള്ള വെറുപ്പ്. അവൾ അവളുടെ വീട്ടിൽ വെച്ച് എനിക്ക് തന്ന വേദനകളുണ്ടല്ലോ, അതിന് ഓരോന്നിനും ഞാൻ എണ്ണി എണ്ണി കണക്ക് ചോദിച്ചിരിക്കും. എന്തായാലും നീ ഒന്ന് സമാധാനിക്കേ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ടോ, അവള് സ്വയം ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. ആ പണക്കാരിയായ അഹങ്കാരി പെണ്ണ് ഇന്ന് വരെ സരളയുടെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിന്റെ കണ്ണീരാണ് സത്യം. ഇനി എന്റെ മറ്റൊരു മുഖം അവള് കാണാൻ പോകുന്നത്. അമ്മായി അമ്മയായി അവളെ സ്വൈര്യമായി ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുപോലെ മരിക്കാനും അനുവദിക്കില്ല. 5 ദിവസം, വെറും 5 ദിവസം. അത് കഴിഞ്ഞ് അവൾ ഇവിടുന്ന് ഓടുന്നത് നീ കണ്ടോ? നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടോ? നീ വേണമെങ്കിൽ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് വാ. അതിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് എഴുതി തരാം. എൻ്റെ സൂരജിനൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് ഈ വിദ്യ ആയിരിക്കും. നിന്റെ കഴുത്തിലായിരിക്കും അവൻ താലി കെട്ടുന്നത്. നിന്റെ നെറ്റിയിലായിരിക്കും അവൻ സിന്ദൂരം തൊടിയിക്കുന്നത്. ഞാൻ തന്നെയായിരിക്കും നിന്റെ ഗൃഹപ്രവേശം നടത്തുന്നതും. അതെ, നീ ചുമ്മാ നോക്കിക്കോ.
അതിനിപ്പോ ആ പെൺകുട്ടിയോട് നിങ്ങൾ എന്താ ഈ ചെയ്യാൻ പോകുന്നേ? അമ്മേ, അമ്മേ, ഈശ, ഈശ, എന്തായി കാണിച്ചേ? ഈ വീട്ടിൽ നേരത്തെ എഴുന്നേൽക്കാതിരിക്കുന്നവരോട് ഗുഡ് മോർണിംഗ് പറയുന്നത് ഇങ്ങനെയാണ്. നേരം വെളുത്തിട്ട് കുറെ നേരം ആയി മാഡം, എഴുന്നേൽക്ക്. മോണിക്ക നിന്നെ ഉണർത്തിയ രീതി തെറ്റ് തന്നെയായിരിക്കാം. പക്ഷെ ഈ വീട്ടിലെ മരുമക്കള് രാവിലെ 5 മണിക്ക് മുന്നേ എഴുന്നേക്കണം. ആണുങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയും പൂജയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ പണിയൊക്കെ തീർക്കാറുമുണ്ട്. മനസ്സിലായോ? എഴുന്നേറ്റോ, സമയായി. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എനിക്കറിയാം ഇവിടെ കഴിഞ്ഞുകൂടുന്ന അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. പക്ഷെ ഞാൻ എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്.